മോണോ ക്ലിഫിലേക്കാണ് ഇന്നത്തെ യാത്ര. ഒരു വലിയ കാട്, ഒരുപാട് വലിയ മരങ്ങൾ, പിന്നെ ഒരു മനോഹരമായ കുളം, ഏറ്റവും അവസാനം വലിയ പാറക്കെട്ടുകൾ. അതാണ് മോണോ ക്ലിഫ്. നല്ല കോടമഞ്ഞ് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു മോണോ ക്ലിഫിലേക്ക് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. അതിലൊന്നാണ് ഈ കുതിര ഫാം. ഇതാണ് നമ്മുടെ മോണോ ക്ലിഫിൻ്റെ മാപ്പ്. പല റൂട്ടുകളുണ്ട്. അതിനകത്ത് പച്ച, ചുവപ്പ്, മഞ്ഞ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് പോകാം. നമ്മുടെ മോണോ ക്ലിഫിലേക്കുള്ള വഴി ഇവിടെ തുടങ്ങാണ്. ഇത് ശരിക്കും ഒരു കാട് മൂടിയ വഴിയാണ്. ഈ മാപ്പ് നോക്കിയിട്ടാണ് നമുക്ക് വേണ്ട വഴി നമ്മൾ എടുക്കേണ്ടത്. അതായത് ചില വഴിയൊക്കെ നല്ല കറങ്ങിയുള്ള വഴികളുണ്ട്, ചിലത് ഈസിയായിട്ട് നടക്കാൻ പറ്റിയ നല്ല നേരെയുള്ള വഴികളുണ്ട്, പിന്നെ നല്ല കയറ്റവും ഇറക്കമുള്ള വഴികളുണ്ട്. അപ്പോൾ ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഏതാ നടക്കാൻ വേണ്ടത് എന്ന് ചൂസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പയ്യെ താഴേക്ക് പോയി നോക്കാം, കാട്ടിലേക്ക്. താഴത്തെ ഒരു ലേക്ക് കാണുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് നമുക്ക് പോയി. അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ ലേക്കിലേക്ക് എത്തിയേക്കാണ്. ഒരു കുഞ്ഞി ലേക്കാട്ടാ. ഈ പൈൻമരക്കാട്ടിൽ നിന്ന് ഇനി മുന്നോട്ട് പോയി കാണാൻ പറ്റുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. മോണോ ക്ലിഫ് ട്രെയിലിലെ ഒരു മെയിൻ വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ലേക്ക്. ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ലേക്കാണത്. നമുക്ക് അടിവശമൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളർ വെള്ളമാണ് അതിനകത്ത്, ഭയങ്കര ക്ലിയറാണ്. ഈ ലേക്കിൻ്റെ സൈഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് ലേക്കൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് ഈ ലേക്ക്. ശരിക്കും താഴെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ ലേക്കും അടിപൊളി ബാക്ക്ഗ്രൗണ്ടും. ലേക്ക് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ആ ട്രെയിൽ മൊത്തം മുകളിൽ നിന്ന് കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് കാട്ടിലൂടെയുള്ള ഒരു വഴിയാണ്. നമ്മുടെ മാപ്പിൻ്റെ കളറ് ഓരോ മരത്തമ്മ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പോകുന്ന വഴിക്ക് ഒരുപാട് പക്ഷികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു റോക്ക് ക്ലിഫ് ഉണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കാണ്. ഇവിടുത്തെ മെയിൻ സംഭവം അതാണ്, റോക്ക് ക്ലിഫ്. പാറകളുടെ ഇടയിൽ കൂടെ, ഒരു ഗുഹയുടെ ഇടയിൽ കൂടെ പോകുന്ന സെറ്റപ്പാണ്. ശരിക്കും നമ്മൾ മലയും താഴേക്ക് ഇറങ്ങി വരാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ അടിക്കൂടുള്ള വഴി. ശരിക്കും ഇവിടെ വരുമ്പോഴല്ലോ ഭയങ്കര തണുപ്പാട്ടോ. അതായത് രണ്ട് പാറയുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. ഇത് വേറെ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഗുഹയുടെ താഴെയാണെങ്കിലും ഇത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് മരങ്ങൾ വഴി. മേളിൽ ഫുള്ള് മരങ്ങൾ വന്നിട്ട് ഫുള്ള് നമ്മൾ കവേർഡാണ്. ഇത് വേറൊരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ അകത്തേക്ക്. നമുക്കിവിടെ ഒന്ന് താഴേക്ക് നടന്നു പോയി നോക്കാം അവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണ്. നമ്മുടെ സ്വന്തം റിസ്കിൽ നമുക്ക് ഈ പാർക്കിൻ്റെ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഈ പാറടിക്കിൻ്റെ അപ്പുറത്തേക്കുള്ള കാട്ടിലേക്കൊന്ന് പോയി നോക്കുകയാണ്. ഇവിടെ താഴേക്ക് ഇറങ്ങി നോക്കാൻ പറ്റിയ വലിയ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ, ഇവിടെ എന്തോ ഗുഹയുണ്ട്.
ശരിക്കും മോണോക്ലിഫിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പില്ലറുകൾ പോലെ നിൽക്കണ ഈ പാറയും അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ മരം കൊണ്ടുള്ള വഴിയുമാണ്. ശരിക്കും ബ്രൂസ് ട്രെയിലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പോർഷനാണ് ഇത് മോണോക്ലിഫ്. അപ്പോൾ നമ്മൾ ശരിക്കും നിൽക്കുന്നത് ഈ ലോങ്ങസ്റ്റ് ട്രെയിലിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഏകദേശം നയാഗര തൊട്ട് ടോബർമുറി വരെ ഏകദേശം ഒരു 900 കിലോമീറ്റർ ഉണ്ട് ലോങ്. ഏകദേശം ഒരു 30 ദിവസം തൊട്ട് ലൈഫ് ലോങ് ആണ് ഇവർ പറയുന്ന ഒരു ടൈം. അത് നമ്മൾ പോണനുസരിച്ചിരിക്കും ഇത്രയും നടന്നെത്താൻ വേണ്ടിയിട്ട്. ഏകദേശം 4 മണിക്കൂർ വെച്ചാണ് ഇവിടുത്തെ ടൈമിങ് തന്നെ. അതായത് നമുക്ക് 4 മണിക്കൂർ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1 ഡേ ബുക്ക് ചെയ്യാം. അപ്പോൾ 4 മണിക്കൂർ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 തൊട്ട് 12 വരെ, 12 to 4 വരെ, 4 to 8 വരെ. അപ്പോൾ നമുക്ക് ഈ ടൈമിങ്ങിൽ എത്താണെങ്കിൽ പാർക്കിങ്ങിന് ഏകദേശം ഒരു $8 ആ 4 hours ഇവിടെ പേ ചെയ്യേണ്ടത്. അപ്പോൾ 4 മണിക്കൂർ മതി നമുക്ക് ഏകദേശം ട്രയൽ ചുറ്റി കണ്ട് വരാൻ പറ്റുന്ന ടൈമിംഗാണ്. അപ്പോൾ 1 ഡേ ട്രിപ്പിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രയലാണിത്. അപ്പോൾ ഉണ്ടാറിലുള്ളവർ ട്രൈ ചെയ്യുക. ടൊറൻറ്റോന്ന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവാണ് ഇങ്ങടേക്കുള്ളത്. ഒരു കൺട്രി സൈഡ് ഏരിയയാണ്, നേച്ചർ ഫ്രണ്ട്ലി ഏരിയയാണ്, നൈസ് ഏരിയയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.